കണ്ടൊരു വീഡിയോയിലെങ്കിൽ ഈ ZR-ന്റെ ഡെമോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. റിവ്യൂ എല്ലാം പറഞ്ഞ പോലെ സ്റ്റില്ലിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ഈ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് സ്കിന്ന് മാറ്റണം എങ്കിൽ നേരെ പോവുക. എൻ്റെ ഇവിടെ പോർട്രേറ്റ് ഇംപ്രഷൻ ബാലൻസ് എന്ന സാധനമുണ്ട്. അതെടുത്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്കിന്ന് മാത്രമായിട്ട് യെല്ലോയിലേക്ക് മാറ്റണമെങ്കിൽ യെല്ലോയിലേക്ക് മാറ്റാം. കണ്ടോ, സ്കിന്ന് മാത്രമായിട്ട് മാറാം. കണ്ടോ, ഇപ്പോൾ പിങ്ക് സ്കിന്നായി. സ്കിന്ന് ലൈറ്റൻ ആക്കണമെങ്കിൽ മുകളിലേക്ക് സ്കിന്ന് മാത്രമായിട്ട്. കണ്ടോ, ഈ ക്യാമറയിൽ 2 കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൈക്രോ SD കാർഡും അതേപോലെ തന്നെ CF കാർഡും. മെമ്മറി കാർഡിൻ്റെയും പെൻ ഡ്രൈവിൻ്റെയും ഹാർഡ് ഡിസ്കിൻ്റെയും പൈസ കൂടിയിട്ടുണ്ട്. നിങ്ങളൊരു CF കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 20-ൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും. ZR നിക്കോണും റെഡും ആണ് കേട്ടോ. ഇത് വീഡിയോ എടുക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണിത്. വ്യൂ ഫൈൻഡർ ഇല്ല, ഇതിൽ എന്നെ അട്രാക്ട് ചെയ്തത് ഇതിന്റെ സ്ക്രീൻ തന്നെയാണ്. Z6III പോലെ തന്നെ ഫോക്കസ് ട്രാക്ക് നല്ല ഫാസ്റ്റ് ആണ് കേട്ടോ. ആഡ് കണ്ടെടുക്കുന്നതിനെക്കാട്ടി നല്ലത് യൂസ് ചെയ്തെടുക്കുന്നതന്നെ. ഒരു ക്യാമറയിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ റഫറയിൽ ഷോപ്പിന് തന്നെയാണ് കേട്ടോ. ഓൺലൈനിൽ കാണുന്നതിനെക്കാട്ടിയും പൈസ കുറവാണ് കേട്ടോ. നിങ്ങൾ എല്ലാ ബ്രാൻഡിന്റെയും ക്യാമറ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ ക്യാമറ എടുക്കുക.